Watch full episodes on Jio Hotstar. സമൂസ എന്റെ പ്രിയ സമൂസ നീ ഇതെവിടേക്കാ പോകുന്നത്? ഒരു കടി മാത്രം കടിച്ചോട്ടെ, ഒരേ ഒരു കടി മാത്രം. താൻ എന്തൊരു മനുഷ്യനാടോ, എന്നെ വെറുതെ വിട്ടൂടെ? എന്നെ പോകാൻ അനുവദിക്കൂ. ഷാർക്കാണ് മനുഷ്യനെ തിന്നാറ്, അല്ലാതെ മനുഷ്യൻ ഷാർക്കിനെ അല്ല. മമ്മി, ഈ മനുഷ്യനിൽ നിന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. സമൂസ 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 സമൂസ. മോട്ടോ, നീ വിചാരിക്കുന്നത് പോലെ അത് സമൂസയൊന്നല്ല, ഷാർക്കാണ്. ഷാർക്ക്. എന്താ ഷാർക്കോ? എന്തുകൊണ്ടാ നിങ്ങൾ ആദ്യം പറയാഞ്ഞ്? അതെങ്ങാനും എന്നെ കഴിച്ചിരുന്നെങ്കിലോ? എന്റെ ചങ്കുകളെ, ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? വേഗം വേഗം എന്റെ കാലിൽ പിടിക്ക, എന്നിട്ട് നമുക്ക് പറക്കാൻ ചങ്കുകളെ. പിടിക്കോ. വലിയേട്ടാ, ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് എവിടെ നിന്നാണ് വന്നത്? പറയൂ. എന്റെ ചങ്ക്, എന്റെ ബാഗിനകത്തെ ഒരു 4-5 എപ്പോഴും ഉണ്ടാകാറുള്ളതല്ലേ. നമ്മള് മോളിന്ന് ചാടിയപ്പോ അട്ടയെ കണ്ട് പേടിച്ചപ്പോളെ ഞാൻ അതിന്ന് ഒരെണ്ണം അങ്ങ് എടുത്തായിരുന്നേ. അതാണിത്. എന്നോട് ഒരു തവണ എങ്ങനെ ക്ഷമിക്ക്. സോറി, വെരി സോറി, ഞാനത് മറന്നുപോയതാണെന്ന്. ഡോക്ടർ ജഡ്ക, സോറിയൊക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങൾക്ക് വേഗം ഫ്ലൈയിങ് ഹെൽമെറ്റ് തരൂ. ഞങ്ങളിപ്പോ മുകളിൽ പോകാനുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞു. വേഗം വാ. എന്തു പറയുന്നു ആർട്ടി? പ്രാക്ടീസ് തുടങ്ങാമല്ലേ? വരൂ. ശരി. വലിയേട്ടാ, കണ്ടില്ലേ? അവൻ അവന്റെ കാല് കൊണ്ടാണ് ആ ബെഞ്ച് തൊഴിച്ച് പൊട്ടിച്ച് കളയുന്നത്. ശ്രദ്ധിച്ചോ? ഇതൊക്കെ എനിക്ക് എന്റെ വിരല് കൊണ്ട് മാത്രം ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് പോയേ. ഹലോ മോട്ടു പത്ലു, വരൂ വരൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ജഡ്ക, ഗസിതറാം, പിന്നെ ചിങ്കമാണെന്ന്. ഹലോ മിസ്റ്റർ മാർഷൽ. അന്നത്തെ ആ മേളയിലെ സംഭവത്തിന് ശേഷം എനിക്ക് തീർച്ചയുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ വീണ്ടും വരുമെന്ന്. മാർഷൽ മാർഷൽ മാർഷൽ, അവരൊന്ന് റിലാക്സ് ചെയ്തോട്ടെ. ഹലോ മോട്ടു പത്ലു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ വീട്ടിലേക്ക് സ്വാഗതം. ചായ, കോഫി, എന്താ എടുക്കേണ്ടത്? പൊളിച്ചെടുത്തല്ലോ. എന്താ മാഡം, ഇതിനെയാണോ നിങ്ങൾ ചെറിയ വീടെന്ന് പറയണേ? നിങ്ങൾക്ക് ശരിക്കും ചെറിയ വീട് കാണണമെങ്കിൽ ഞങ്ങളുടെ വീട് വന്ന് കാണണം മാഡം. മേഡം മാർത്തി, ഞങ്ങളെയൊക്കെ സ്വാഗതം ചെയ്തതിൽ നിങ്ങൾക്ക് വളരെ നന്ദി. പക്ഷേ എല്ലാറ്റിനും മുന്നേ നിങ്ങൾ ഞങ്ങളോട് ഇത് പറഞ്ഞു തരൂ. നിങ്ങൾ നിങ്ങളുടെ 3 കുട്ടികൾക്കും എന്ത് സംഭവം കലക്കി കൊടുത്തിട്ടാണ് നിങ്ങളുടെ 3 കുട്ടികളെയും കുംഫു മാസ്റ്റർ ആക്കി മാറ്റി തീർത്തത്? പറയൂ. മോട്ടു പത്ലു, ഐ എം വെരി സോറി. എന്റെ ശിഷ്യന്മാർ നിങ്ങളെ ഒരുപാട് മർദ്ദിച്ചെന്ന്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ അവരെ കുട്ടിക്കാലം തൊട്ട് തന്നെ മാർഷൽ ആർട്സും കുങ്ഫുവും പഠിപ്പിക്കുന്നുണ്ട്. പുറത്തുള്ളവരുമായി ഏറ്റുമുട്ടുമ്പോഴല്ലേ അവരുടെ ബലം നമുക്ക് പരീക്ഷിക്കാനാവൂ. ശരിയാ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഹിം നരേഷ്, ക്രൈം മാസ്റ്റർ, ബോൺലെസ് മാസ്റ്റർ അടുത്തൊക്കെ കുൻഫു ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളുടെ കഴിവളക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അവരെ അയച്ചത്. അവരെത്രമാത്രം എക്സ്പേർട്ട് ആയി എന്നറിയാൻ. എന്റെ കുട്ടികളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അവർ ഫുൾ മാർക്കോട് കൂടി പാസ്സായി. ഐ എം പ്രൗഡ് ഓഫ് മൈ കിഡ്സ്. മേഡം മാർത്തി, നിങ്ങളുടെ കുട്ടികൾ അവിടുന്ന് പാസ്സായിട്ടൊന്നുമില്ല. ഞാൻ അവരൊക്കെ വെറും കുട്ടികളല്ലേ എന്ന് വെച്ച് വെറുതെ വിട്ടുവെന്നേ ഉള്ളൂ. ചിങ്കം സാറേ, നിങ്ങൾ തന്നെ പറ. ഇത്രേ ഭംഗിയുള്ള
എന്നെ കൊണ്ടത് പറ്റില്ല. പറഞ്ഞു കൊടുക്ക്. ചിങ്കം സാർ ഒന്ന് നിക്ക്, നിങ്ങളൊന്നും പറയണ്ട. തായ്ക്കൊണ്ടോ വരൂ. നമുക്ക് ടിങ്കിൾ ടിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർസ് കളിച്ചാലോ? ഇല്ല, എനിക്കൊന്നും കളിക്കട്ടെ. കൗണ്ട് യുവർ സ്റ്റാർസ് എനിക്ക് കളിക്കണ്ട. അങ്കിൾ അങ്കിൾ പ്ലീസ് ഒന്ന് കളിക്കൂ. മുമ്പ് കളിച്ചപ്പോ എന്ത് രസമായിരുന്നു. പ്ലീസ്. വേണ്ട വേണ്ട. എന്റെ അമ്മോ മോട്ടോ താഴത്തെ കണ്ടോ? ഈ കൊച്ചുകുട്ടികളുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണെന്ന്. കുട്ടികളെ, മോട്ടു അങ്കിൾ കളിച്ചെങ്കിൽ വിഷമിക്കരുത്. ഈ ചിങ്കം അങ്കിൾ നിങ്ങളോടൊപ്പം എന്തായാലും കളിച്ചിരിക്കും. ഐ ലവ് ടു പ്ലേ വിത്ത് കിഡ്സ്. കം 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 കിഡ്സ് 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 കിഡ്സ്. ചിങ്കം അങ്കിൾ വന്നല്ലോ. കൗണ്ട് യുവർ സ്റ്റാർസ് കളിക്കാലോ. Come on. എന്റെ അമ്മോ വേണ്ട വേണ്ട. ഇടിച്ചിടിച്ച് എന്നെ പരിപ്പോട് ചട്നിയാക്കല്ലേ. മതി മതി നിർത്ത. എന്റെ അമ്മ രക്ഷിക്കണേ. എന്നെ ആരെങ്കിലും വാനരന്മാരത്തൊന്ന് രക്ഷിക്കണേ പ്ലീസ്. വേണ്ട തല്ലല്ലേ, ഞാനൊരു പോലീസുകാരനാണ്. എന്നെ തല്ലരുത്, വിടാൻ. മതി. ഇഡ്ഡലി, ദോശ, പരിപ്പുവട, ചമ്മന്തി, എന്നെ വിട്ടേക്ക്. മമ്മി രക്ഷിക്കണേ. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ തല്ലുന്ന വാനരന്മാരെ കണ്ടിട്ടേ ഇല്ല. ടിങ്കിൾ ടിങ്കിൾ കൗണ്ട് യുവർ സ്റ്റാർസ് നമ്മുടെ മാത്രം കളിയാണ്. അങ്കിൾ ടിങ്കിൾ വന്നോളൂ വന്നോളൂ. എന്റെ അമ്മോ, ഞാൻ എന്ത് പറയാനാണ്. തല്ല് വാങ്ങി വാങ്ങി ഞാൻ ഇത്രയും നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. സത്യത്തിൽ ഇത്രയും നക്ഷത്രങ്ങൾ ഈ യൂണിവേഴ്സിൽ ഉണ്ടോ മമ്മേ? ഒന്നുകൂടി കളിച്ചാലോ? ചിങ്ക അങ്കിൾ ഒന്നുകൂടി കളിച്ചാലോ? അല്ലേ അങ്കിൾ? എന്റെ അമ്മോ, ഞാൻ നിങ്ങളോടൊപ്പം കളിക്കില്ല, ഒരിക്കലും കളിക്കില്ല. വേണ്ട. മതി മതി കുട്ടികളെ, പകൽ നേരത്ത് അവരെ നക്ഷത്രം എണ്ണിക്കാതെ. മോട്ടു പത്ലു, നിങ്ങൾക്ക് അവരെ കൊണ്ട് ഉപദ്രവമുണ്ടായെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ പവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാതൽ കഴിച്ചാലും എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാലും. ഞങ്ങൾ ഇവിടെ ചായയും കടിയും കഴിക്കാൻ വേണ്ടി വന്നതല്ല മിസ്റ്റർ മാർഷൽ. ഞങ്ങൾക്ക് കാണേണ്ടത് ഇതാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും സോളിഡ് മാർഷൽ ആർട്സ് ട്രെയിനിങ് പഠിപ്പിക്കുന്നതെന്ന്. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ ആ ആഗ്രഹം പൂർത്തീകരിച്ച് തരാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങള് കുട്ടികളുടെ ട്രെയിനിങ് കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. യാ, റിംഗ് 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 ട്രെയിനിങ്. യാ. ഓ, അപ്പോഴതാണ് കാര്യം. എങ്കിൽ കുട്ടികളെ, ബി റെഡി. അങ്കിളുമാരോടുകൂടി ട്വിങ്കിൾ ട്വിങ്കിൾ കൗണ്ട് ദ സ്റ്റാർട്ട് തുടങ്ങാം. എന്റെ അമ്മോ, വേണ്ട. രക്ഷപ്പെടൂ. പൊളിച്ചെടുത്തല്ല. നമ്മളിനി എങ്ങനെ ഇവിടുന്ന് പോകും? നമ്മുടെ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഈ പിള്ളേരെ പൊട്ടിച്ചു കളഞ്ഞല്ലോ. ഇനി എങ്ങനെ നമ്മൾ പോകുക? ഇങ്ങോട്ട് വരാൻ വഴികളൊന്നുമില്ല, പക്ഷേ തിരിച്ചു പോകാൻ ഒരുപാട് വഴികളുണ്ട്. കണ്ടില്ലേ വലിയേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും ഇതിനൊരു വഴി ഉണ്ടാവുമെന്ന്. വേഗത്തിൽ ആ വഴി പറഞ്ഞു തരൂ. യെസ് യെസ്, എന്റെ കൂടെ വരൂ. വേഗം വാ. എന്റെ അത്തിപ്പാറമ്മച്ച്. എന്റെ അമ്മോ. ആരെങ്കിലും രക്ഷിക്കണേ. വേണ്ട. എന്റെ അമ്മോ. എന്റെ അമ്മോ.
താങ്ക് യു വല്യേട്ടാ. ഒന്നുകൂടെ അതുപോലെ ചെയ്തേ. വല്യേട്ടാ, ഒരിക്കൽ കൂടെ അതുപോലെ ചെയ്യൂന്നേ. നല്ല ശക്തിയോടെ ഒരു ചവിട്ടോടെ ചവിട്ടൂന്നേ. ചവിട്ടാനല്ലേ പറഞ്ഞത്? ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. വല്യേട്ടാ, ഒരിക്കൽ കൂടെ അതുപോലെ ചെയ്യൂ. നല്ല അക്യുപഞ്ചറിന്റെ ഫീലാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇനി മറ്റേ കൈ ഒന്നുകൂടെ അതുപോലെ ചെയ്യൂന്നേ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? അക്യുപഞ്ചർ അല്ല, മുഴുവൻ ശരീരവും പഞ്ചറാക്കാൻ പോവുകയാ. എന്റെ പത്തിലോ, നീ എവിടെയാ ഉള്ളത്? നിന്നെ ഞാൻ കാണുന്നില്ലല്ലോ. വല്യേട്ടൻ എന്ത് രസത്തിലാ മസാജ് ചെയ്യുന്നെന്ന് കണ്ടോ? പൊളിച്ചടുത്തല്ല, മോട്ട് ദേ സ്വയം മുകളിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണല്ലോ. ആ ക്രോക്കഡൈൽ ഇറച്ചി കഷ്ണം തിന്നുന്നത് പോലെ മോട്ടുനെ കടിച്ചു കീറി തിന്നാതെ വിടില്ലേട്ടാ. എന്റെ വല്യേട്ടൻ, നിങ്ങൾ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വരൂ, നമുക്ക് അവിടെ പോയിരിക്കാം. മോട്ടു, പിന്നിലേക്ക് നോക്ക്, എന്നിട്ട് തിരിച്ചു വാ. ഇത് തിരിച്ചു വരാനുള്ള അവസാനത്തെ ചാൻസ് ആണ്. അത് വല്യേട്ടനെക്കാളും വലിയ വല്യേട്ടനാ. മോട്ടു, എന്തോ അങ്ങനെ പുറകിലുള്ളത് നോക്കട്ടെ. ക്രോക്കഡൈൽ, പത്തലോ രക്ഷിക്കണേ. മോട്ടു, ഞാൻ നിന്നെ രക്ഷിക്കാം. മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരനെ നീ വിട്ടേക്ക്. ഈ ചിങ്കമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം, ഈ മലയാണ് സത്യം. എന്റെ അമ്മോ, എന്റെ അമ്മോ. മോട്ടു, ചിങ്കം സാർ. ഈ ലോകത്തിന് എന്റെ അവസാനത്തെ സല്യൂട്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാൻ പോലും വയ്യ. പൊളിച്ചടുത്തല്ലോ, ഒരു ക്രോക്കഡൈൽ പോരാഞ്ഞ് ദേ വരുന്നു രണ്ടാമത്തതും. ഇനിയിപ്പോ നമ്മൾ ആരൊക്കെയാണ് രക്ഷിക്കുക ബത്ലു? എന്റെ ഗസീറ്ററാമ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മളിപ്പോ പോയി ഇതിനെ നേരിടേണ്ട സമയമാണ്. പക്ഷെ ബുദ്ധിപൂർവം വേണം നേരിടാൻ. എന്റെ അമ്മോ, ക്രോക്കഡൈൽ എന്നെ വേദനിപ്പിക്കാതെ തിന്നണേ. താങ്ക് യു പത്തലു, താങ്ക് യു വെരി മച്ച്. ഞാൻ വിചാരിച്ചത് അത് വലിയേട്ടനാണെന്നല്ലേ. താങ്ക് യു. എന്റെ അമ്മോ, എന്റെ അമ്മോ മോട്ടു, ഞാൻ നിന്നെ രക്ഷിച്ചു. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. സ്നേക്കോ ക്രോക്കഡൈലോ എല്ലാറ്റിനും എന്നെ കാണുമ്പോ പേടിയാണ്. അതെ അതെ, അത് നമ്മൾ നേരിട്ട് കണ്ടു. അപ്പൊ പത്തലു, വലിയേട്ടനല്ല എന്നെ രക്ഷിച്ചതെങ്കിൽ നിങ്ങൾ 3 പേരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചേട്ടൻ എവിടെ പോയി? ഓയ്, ഞാനിവിടെ ഉണ്ട്. എന്റെ ചങ്കുകളെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെല്ലാവരുടെയും ബാഗിൽ ഓരോ പാരച്യൂട്ട് വീതം ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ചങ്കുകളെ, എന്നെ തല്ല വരരുത്. ഞാൻ തന്നെ എന്നെ ഇടിച്ചോളാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ? വെരി സോറി. തെറ്റ് ഞങ്ങളുടെയും കൂടിയാണ്. എന്റെ ഒരുത്തന്റെ വാക്ക് കേട്ടല്ലേ നമ്മളൊക്കെ ഈ കെണിയിൽ വന്ന് പെട്ടത്. നമ്മൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇതുപോലെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. സോറി മോട്ടോ, ഇപ്പൊ ഇത് നിന്റെ മാത്രം ആവശ്യമല്ല, എന്റെയും കൂടിയാ. ആ പിള്ളേരുടെ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള എല്ലാ വിവരവും അറിഞ്ഞിട്ട് തന്നെയുള്ള ബാക്കിക്കാര്യം. Watch India's largest kids library only on Jio Hotstar. Download the app now.